അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 6ാം ക്ലാസ്സുകാർക്ക് നാളെ ദുറൂസുൽ ഇഹ്സാന്റെ പരീക്ഷ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ദുറൂസുൽ ഇഹ്സാന്റെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അള്ളാഹു മാപ്പാക്കാത്ത 2 മഹാപാപങ്ങൾ: തൗഹീദ് അൽ അസ്മാഉൽ ഹുസ്ന വ സിയാദത്തുൻ ഇഹ്സാനൻ ഷിർക്കും കുഫ്റും ഫദഉഹു ബിഹ. ഏതാണ് ഉത്തരം? ഷിർക്കും കുഫ്റും. അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരമാണ് അൽ അസ്മാഉൽ ഹുസ്ന. വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. അപ്പോൾ ഈ ദുറൂസുൽ ഇഹ്സാൻ വളരെ സിമ്പിളായൊരു വിഷയമാണ്. ഇതിൽ എല്ലാവർക്കും ഫുൾ മാർക്ക് നേടാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ആയത്തുകൾ അതെല്ലാം കാണാതെ പഠിക്കുക. എല്ലാ ആയത്തുകളും കാണാതെ പഠിക്കുക. അതുപോലെ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളുണ്ട്, അത് പ്രത്യേകം നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ദീനിന്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ഡാഷ്. എന്താണ്? ഒന്നാമത്തെ പാഠം ഇഹ്സാൻ. പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് ഡാഷ്. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ എഴുതണം, എന്നാലേ അതിൻ്റെ ഉത്തരമാകുള്ളൂ. അവിടെ നമുക്ക് സൂട്ടബിൾ ആയ വേറെന്തെങ്കിലും മലയാളം എഴുതി കൊടുത്താൽ എന്താവില്ല, ആവൂല. ഇതാണ് അതിൻ്റെ ഉത്തരം. സൂചിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ എഴുതിയാലേ അവിടെ മാർക്ക് കിട്ടുള്ളൂ. ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയത്തുകൾ ഒരുപാട് തവണ ആവർത്തിച്ചു വരുന്നുണ്ട്, ആയത്തുകളും ഹദീസുകളും ഒക്കെ പൂരിപ്പിക്കാൻ. അതാണ് ദുറൂസിന്റെ പ്രത്യേകത. ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത. ഇത് പ്രത്യേകം പഠിക്കുക. അതുപോലെ ഈ പാഠത്തിൽ വരുന്ന മറ്റൊരു പൂരിപ്പിക്കാൻ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. അതുപോലെ വല്ലദീന കഫറു വ കദ്ദബു ബി ആയാതിന ഉലൈക ഡാഷ്. എന്താ? അസ്ഹാബുൽ ജഹീം. അതുപോലെ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കാത്ത ജീവിതത്തിൽ എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്താലും പരലോകത്ത് അതിന് യാതൊരു പ്രതിഫലം ലഭിക്കുന്നതല്ല. അവരെ പറ്റിയാണ് അൽ കഹ്ഫ് സൂറത്തിൽ കർമ്മങ്ങൾ പാഴായിപ്പോയവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. അപ്പോൾ അൽ കഹ്ഫ് സൂറത്തിൽ അള്ളാഹു വിശേഷിപ്പിച്ച ആരെക്കുറിച്ചാണ്? കർമ്മങ്ങൾ പാഴായിപ്പോയെ കുറിച്ച് വിശേഷിപ്പിച്ചത് എന്താണ്? ഇങ്ങനെയൊക്കെ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്യാം. അടുത്ത് മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ. ദാ മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅഹു. എന്താ ഇതിന്റെ അർത്ഥം? നമുക്ക് അവനെ കാണാൻ കൊതിതാണ്. അങ്ങനെ കൊതിക്കുന്നവരെ തിരിച്ചു കാണാൻ അള്ളാഹും ആഗ്രഹിക്കും. നമുക്ക് അവനെ കാണാൻ കൊതി തോന്നണം. നമ്മൾ അള്ളാഹുവിനെ കാണാൻ കൊതി തോന്നുമ്പോൾ അള്ളാഹു നമ്മളെ കാണാനും കൊതിക്കും. അടുത്തത് നന്മ ചെയ്യൽ എന്ന ഒരു അർത്ഥം കൂടി എന്തിനുണ്ട്? ഇഹ്സാനിനുണ്ട്. അടുത്ത ഇഹ്സാൻ എന്നാൽ എന്ത്? ഇതൊക്കെ ആവർത്തിച്ച് വരുന്ന ചോദ്യം കേട്ടോ. ഇഹ്സാൻ എന്നാൽ എന്ത്? നീ നിന്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. എന്താണ് ഇഹ്സാൻ? നീ നിന്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ട്. ഇതാണ് ഇഹ്സാന്റെ നിർവചനം. എല്ലാവരും പഠിക്കുക. അടുത്ത ഇബാദത്ത്. ഇബാദത്തിന്റെ നിർവചനം ഇതാണ്. ഇബാദത്ത്
ഇതാ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. പഠിച്ചോ? അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും, താഴ്മ വിനയം ബഹുമാനം, മൂന്നെണ്ണം, താഴ്മ വിനയം ബഹുമാനം കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ചോദിക്കുന്ന വേറെ ചോദ്യം, തൗഹീദ് എന്നാൽ എന്ത്? എന്താ? അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ്. എന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ്. അപ്പൊ തൗഹീദ് എന്താ പഠിച്ചു? ഇബാദത്ത് എന്താ പഠിച്ചു? റെഡി അല്ലേ? പിന്നെ 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 അടുത്ത് മുനാഫിക്കുകളെ സംബന്ധിച്ചു അള്ളാഹു പറഞ്ഞത് എന്താണ്? എന്താണ് അള്ളാഹു മുനാഫിക്കുകളെ സംബന്ധിച്ച് പറഞ്ഞത്? ഇതാ മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു പറയുന്നു, വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല. അപ്പൊ ഇത് കാണാതെ പഠിക്കണം. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല. കപടവിശ്വാസികൾ നിസ്കരിക്കാൻ മടിയന്മാരായിട്ടാണ് നിൽക്കുക. കപടവിശ്വാസികൾ നിസ്കരിക്കാൻ മടിയന്മാരായിട്ടാണ് നിൽക്കുക. നിസ്കരിക്കാൻ മടിയായിട്ടാണ് നിൽക്കുക എന്നർത്ഥം. അപ്പൊ അത് രണ്ടും അവിടെ കാണാൻ പഠിക്കണം കേട്ടോ. അടുത്ത, നാം എന്ത് ലക്ഷ്യത്തിലാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? ഇതാ സ്വർഗാവകാശികൾക്ക് അവൻ നൽകുന്ന വിശിഷ്ടമായ സൗഭാഗ്യമാണ് അവന്റെ തിരുദർശനം. അപ്പോൾ അള്ളാഹുവിനെ കാണൽ. തിരുദർശനം എന്ന് പറഞ്ഞാൽ, അവന്റെ തിരുദർശനം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കാണലാണ്. അപ്പൊ ഏത് ലക്ഷ്യത്തിനാണ് നാം ഇബാദത്ത് ചെയ്യേണ്ടത്? അള്ളാഹുവിനെ കാണാൻ. അത് എഴുതിയാൽ തന്നെ മാർക്കായി കേട്ടോ. ഇതൊന്നും എഴുതണമെന്നില്ല, അള്ളാഹുവിനെ കാണാൻ എഴുതിയ മാർക്കായി. അടുത്തത്, മറ്റുള്ളവർക്കും നാം നന്മ ചെയ്തു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവർ ആരെല്ലാം? ഒന്നാം പാഠത്തിലാണ്. ആർക്കൊക്കെയാണ് നമ്മൾ നന്മ ചെയ്യേണ്ടത്? ആർക്കൊക്കെയാണ്? അയൽവാസികൾ, വീട്ടുകാർ, കൂട്ടുകാർ, നാട്ടുകാർ, എല്ലാവരും. വീട്ടുകാർ, കൂട്ടുകാർ, നാട്ടുകാർ, എല്ലാവരും ടൂട്ടുണ്ട് അല്ലേ? വീട്ടുകാർ, കൂട്ടുകാർ, നാട്ടുകാർ. ഇതിലെല്ലാം ഇത് ഒറ്റ ജോഡിയായി പഠിക്കുക. വീട്ടുകാർ, കൂട്ടുകാർ, നാട്ടുകാർ, പിന്നെ അയൽവാസികൾ, എല്ലാവരും. അടുത്തത്, അൽ കഹ്ഫ് സൂറത്തിൽ കർമ്മങ്ങൾ പാഴായി പോയവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ആരെയാണ്? അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കാതെ ജീവിതത്തിൽ എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്താലും പരലോകത്ത് അതിന് യാതൊരു പ്രതിഫലവും ലഭിക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കാതെ പുണ്യകർമ്മങ്ങൾ ചെയ്തവർ ആരാണ്? അതിന്റെ ഉത്തരം അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കാതെ പുണ്യകർമ്മങ്ങൾ ചെയ്തവർ. പിന്നെ മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ ഏവ? വളരെ സിമ്പിളാണ്. സുബഹും ഇശാവും. അതെവിടെ പറഞ്ഞത്? ഇതാ അസ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീൻ. ചിലപ്പോൾ ഇത് പൂരിപ്പിക്കാൻ വരട്ടെ. അസ്ഖലു സ്വലാത്തി അൽ മുനാഫിഖീൻ സ്വലാത്തുൽ ഇശാ, സ്വലാത്തുൽ ഫജ്ർ. കപടവിശ്വാസികൾക്ക് ഏറ്റവും ഭാരമായ കാണുന്ന രണ്ട് നിസ്കാരങ്ങൾ സുബഹും ഇശാവുമാണ്. മറ്റു നിസ്കാരങ്ങളൊക്കെ ഭാരം തന്നെയാണ്, പക്ഷെ ഇതാണ് ഏറ്റവും ഭാരമായിട്ട് തോന്നുന്നത്. അടുത്ത, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഡാഷ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഹദീസുകളും അതുപോലെ ആയത്തുകളൊക്കെ നിർബന്ധമായി പഠിക്കണം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനാ ഇലാ ഹുബ്ബിക. അടുത്ത ചോദ്യം എന്താണ്? കള്ളികളിൽ അസ്മാഉൽ ഹുസ്ന എഴുതാനാണ്. അത് എല്ലാവർക്കും കിട്ടുമായിരിക്കും അല്ലേ? അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. യാ അല്ലാഹു യാ റഹ്മാൻ യാ അല്ലാഹ് റഹീം യാ അല്ലാഹ് മലിക് യാ അല്ലാഹ് ഖുദ്ദൂസ് യാ അല്ലാഹ് സലാം യാ അല്ലാഹ് മുഅ്മിൻ യാ അല്ലാഹ് മുഹൈമിൻ യാ അല്ലാഹ് യാ അസീസ് യാ അല്ലാഹ് ജബ്ബാർ യാ അല്ലാഹ് മുതകബ്ബിർ യാ അല്ലാഹ് ഖാലിഖ് യാ അല്ലാഹ്. ഇത് ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനേക്കാൾ എളുപ്പം എന്താണ്? യാ അല്ലാഹ് ചേർത്തിട്ട് പഠിച്ചാൽ മതി. യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് റഹീം യാ അല്ലാഹ് മലിക് യാ അല്ലാഹ് ഖുദ്ദൂസ് യാ അല്ലാഹ് സലാം യാ അല്ലാഹ് മുഅ്മിൻ യാ അല്ലാഹ് മുഹൈമിൻ യാ അല്ലാഹ് അസീസ് യാ അല്ലാഹ്. അങ്ങനെ പഠിക്കുക. അപ്പോൾ അതിൽ നിന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? എല്ലാത്തിലും അലിഫ്ലാം കൂട്ടിയിട്ട് എഴുതുക കേട്ടോ. അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം. അപ്പോൾ 1, 2, 4, 8 എഴുതണം. 8 അസ്മാഉൽ ഹുസ്ന കേട്ടോ. അപ്പോൾ അതെല്ലാവരും പഠിക്കുക. ഇനി നമ്മൾ മൊത്തത്തിൽ പാഠത്തിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പറയാൻ പോവാണ്. എല്ലാ കൊല്ലവും ആവർത്തിച്ച് വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതുപോലെ ഈ പാഠത്തിൽ ഓരോ പാഠത്തിലും ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. ഇത് നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ഇഹ്സാൻ എന്നുള്ളത് അല്ലേ? പിന്നെ ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ വേറൊരു ചോദ്യമുണ്ട്. എന്താണ്? ഈ ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾക്ക് ഭൂമിയിൽ അള്ളാഹു ചെയ്തു കൊടുക്കുന്ന കാര്യം എന്താണ്? അതെന്താണ്?
ഏത് പ്രതിസന്ധിയിലും നല്ല സുരക്ഷിതത്വവും മനസ്സമാധാനവും. എന്തൊക്കെയാണ് ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന കാര്യം? നമ്മൾ ഇഹ്സാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അള്ളാഹു നമുക്ക് ഈ ദുനിയാവിൽ തരുന്ന ഗുണം എന്താണ്? ഏത് പ്രതിസന്ധിയിലും നല്ല സുരക്ഷിതത്വവും മനസ്സമാധാനവും. ഇതെല്ലാവരും കാണാതെ പഠിക്കുക. പിന്നെ ഇല്ലദീന അഹ്സനുൽ ഹുസ്ന വ സിയാദ, ഇത് പൂരിപ്പിക്കാൻ വന്നു. പിന്നെ ഇഹ്സാന്റെ മറ്റൊരു അർത്ഥം ഇവിടെ എങ്ങനെ ചോദ്യം വരും? ഇഹ്സാന്റെ മറ്റൊരു അർത്ഥം എന്താണ്? നന്മ ചെയ്യുക. നന്മ ചെയ്യുക എന്നൊരർത്ഥമുണ്ട് ഡാഷ് ആർക്ക്? ഇഹ്സാനുണ്ട്. രണ്ട് രൂപത്തിലും ചോദ്യം വരും. പിന്നെ വാസനൽ ഇൻസാൻ ബിവാലിദിഹി ഇഹ്സാന, പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ എന്താണ്? ചുരുക്കത്തിൽ അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ ആളുകളുമായുള്ള ബന്ധങ്ങളിലും നാം ഇഹ്സാൻ പാലിക്കുന്നവരായി മാറണം. അപ്പോഴാണ് നാം പൂർണ്ണ മുഅ്മിനാവുക. അപ്പൊ ചോദ്യം, എപ്പോഴാണ് പൂർണ്ണ മുഅ്മിനാവുക? എന്താണ്? അള്ളാഹുവിനുള്ള ഇബാദത്തുകളിലും ആളുകളുമായുള്ള ബന്ധങ്ങളിലും നാം ഇഹ്സാൻ പാലിക്കുന്നവരാണ്. രണ്ട് സ്ഥലത്ത്, എന്ന് അള്ളാഹുവിനുള്ള ഇബാദത്ത്, മറ്റൊന്ന് ആളുകളുമായുള്ള ബന്ധങ്ങളിൽ. രണ്ടിലും ഇഹ്സാൻ പാലിച്ചാൽ നമ്മൾ ആരാകും? പൂർണ്ണ മുഅ്മിനാകും. അടുത്ത പഠിക്കേണ്ട അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇത് കാണാതെ പഠിക്കുക. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ നാമങ്ങൾ. ഇവിടെ അള്ളാഹുവിന് എത്ര നാമം ഉണ്ട് എന്നുള്ളതാണ്? പരിശുദ്ധ നാമങ്ങൾ 99. പിന്നെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ, ഇത് കാണാതെ പഠിക്കുക. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഇന്നലില്ലാഹി തിസ്അത്തൻ വതിസ്ഈന ഇസ്മൻ മിഅത്തൻ ഇല്ലാ വാഹിദൻ മൻ അഹ്സാഹാ ഡാഷ്, എന്താ? ദഖലൽ ജന്ന, ദഖലൽ ജന്ന. ഇത് കാണാതെ പഠിക്കുക. പിന്നെ ഇവിടെ വേറെ വരുന്ന ചോദ്യം എന്താണ്? ലാ യഹ്ഫളുഹാ അഹദുൻ ഇല്ലാ ഡാഷ് ദഖലൽ ജന്ന. ഇവിടെയും ദഖലൽ ജന്നയാണ്. മനസ്സിലായില്ലേ? അത് രണ്ടും ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടതാണ്. പിന്നെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ എന്താണ്? എന്ത് പ്രയാസങ്ങൾക്കും എന്താണ്? അസ്മാഉൽ ഹുസ്ന പരിഹാരമാണ് അല്ലേ? ഏത് വിഷയത്തിനും, ഏത് വിഷമങ്ങൾക്കും, ഏത് പ്രയാസങ്ങൾക്കും എന്താണ്? അസ്മാഉൽ ഹുസ്ന പരിഹാരമാണ്. അടുത്ത അവൻ ഏകനാണെന്നുള്ള പാഠം അല്ലേ? ഇവിടെ ഒന്നാമത്തെ പഠിക്കേണ്ട ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ഡാഷ്, എന്താ? ലഫസദത. ആകാശഭൂമികൾ അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങൾ ഉണ്ടായാൽ അവ നശിച്ചത് തന്നെ ഡാഷ്, അവ നശിച്ചത് തന്നെ. പിന്നെ ഈ പാഠത്തിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ആയത്തുകൾ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഷിർക്ക് ചെയ്യൽ ഒരിക്കലും മാപ്പുവാക്കുകയില്ല. അപ്പൊ അള്ളാഹു മാപ്പാക്കാത്ത ദോഷം ഏതാണ്? ഷിർക്ക്. പിന്നെ വല്ലദീന കഫറു വകദ്ദബൂ ബി ആയാതിന ഉലൈക അസ്ഹാബുൽ ഡാഷ്, എന്താണ്? ഉലൈക അസ്ഹാബുൽ ജഹീം. പിന്നെ എന്താണ് തൗഹീദ്? അത് നമ്മൾ പറഞ്ഞു. എന്താണ് ഇബാദത്ത്? പിന്നെ ഇവിടെ ആരാധന ആവൂല, എന്ത് ആരാധന ആവൂല ചോദിക്കും. എന്താണ്? അതായത് നാം ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ മാതാപിതാക്കൾ, പിന്നെ ഉസ്താദുമാർ, മഹാന്മാർ തുടങ്ങിയവരോട് കാണിക്കുന്ന വിനയവും താഴ്മയും ആരാധന ആവുകയില്ല. അപ്പൊ ആരാധന ആവുകയില്ല ഏത്? ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഹാന്മാർ തുടങ്ങിയവരോട് വിനയം കാണിക്കൽ ആരാധന ആവുകയില്ല. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു പുണ്യകർമ്മം ചെയ്താൽ എന്താവും? അത് പാഴായി പോകും. ആരെ കുറിച്ചാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ ഈ ചോദ്യം നമ്മൾ പറഞ്ഞു. പിന്നെ ഒമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഡാഷ് ഇല്ല യഅലമുഹ. പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി ലോകത്ത് എന്ത് അനക്കങ്ങൾ ഇറങ്ങിയാലും അള്ളാഹു അറിയാതെ ഇരിക്കൂല. അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാ അവൻ അറിയാതെ ഈ ലോകത്ത് ഒരു ഇല പോലും വീഴുന്നില്ല. ഒമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ വേണം. ഇബാദത്ത് ചെയ്യാൻ ഇഷ്ടമാണോ അല്ലെ? ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത് എന്താണ്? മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഹു. ഇത് പൂരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. പിന്നെ സ്വർഗാവകാശികൾക്ക് അവൻ നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണ് ഡാഷ്, എന്താണ്? അവന്റെ തിരുദർശനം അല്ലെങ്കിൽ അള്ളാഹുവിനെ കാണൽ എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ്. പിന്നെ വൈദാ ഖാമു ഇല സലാത്തി ഖാമു ഡാഷ്, എന്താ? കുസാല. കപട വിശ്വാസികൾ നിസ്കരിക്കാൻ മടിയന്മാരായിട്ടാണ് നിൽക്കുക. പിന്നെ അസ്കലു സ്വലാത്തി അൽ മുനാഫിഖീന ഡാഷ് സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്ർ. കപട വിശ്വാസികൾക്ക് ഏറ്റവും ഭാരമായി കാണുന്ന രണ്ട് നിസ്കാരങ്ങൾ സുബഹി ഇശാഉമാണ്. പിന്നെ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക വ ഹുബ്ബ അമലൻ യുഖർരിബുനാ. അല്ലാഹുവേ, നിന്നോടുള്ള സ്നേഹത്തെയും നിന്നെ സ്നേഹിച്ചവരോടുള്ള സ്നേഹത്തെയും
നിന്നോടുള്ള സ്നേഹത്തിലേക്ക് എത്തിക്കുന്ന കർമ്മങ്ങളോടുള്ള സ്നേഹത്തെയും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. ഇതാണ് പിന്നെ നോക്കേണ്ടത്. പിന്നെ അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട എന്ത് ദുറൂസുൽ ലിസാൻ. വളരെ സിമ്പിളായ വിഷയമാണ്. എല്ലാവരും 50-50 മാർക്ക് വാങ്ങണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.